പുതുവത്സരത്തിന്റെ സന്തോഷത്തോടൊപ്പം തന്നെ കേരളത്തെ ഉലയ്ക്കുന്ന ചില വാർത്തകളും ഇന്നുണ്ടായിട്ടുണ്ട്. തൃശൂരിൽ പുതുവത്സര രാത്രിയിൽ യുവാവിനെ കുത്തിക്കൊന്നത് 9ാം ക്ലാസ് വിദ്യാർത്ഥി. കത്തിയും കഞ്ചാവും പിടിക്കപ്പെട്ട് നേരത്തെ സ്കൂളിൽ നിന്ന് നടപടി നേരിട്ട കുട്ടിയാണ് ഇത് എന്നുകൂടി അറിയുക. അതുകൂടാതെയുമുണ്ട് തൃശൂരിൽ തന്നെ മറ്റൊരു സംഭവത്തിൽ പുതുവത്സരാശംസ നേർന്നില്ല എന്ന പേരിൽ 24 കുത്തുകുത്തി മറ്റൊരു സഹജീവിയെ മൃതപ്രായനാക്കിയതും ലഹരി ഭ്രാന്തരെന്ന് പോലീസ്. എല്ലാ ദിവസവുമുണ്ട് ലഹരിയുടെ പേരിൽ കുറ്റകൃത്യങ്ങൾ. ലഹരി ഉപയോഗം പിടികൂടുന്നുമുണ്ട്. പക്ഷേ തുടർച്ചയായി സ്കൂൾ വിദ്യാർത്ഥികൾ വരെ ലഹരി വലയിൽ എന്ന് തിരിച്ചറിയുമ്പോഴും കാര്യമായ പ്രതിരോധമൊന്നുമില്ല എന്ന ഞെട്ടലിലാണ് നമ്മൾ നിൽക്കുന്നത്. ചർച്ചയിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ലഹരി വ്യാപനത്തിനെതിരെ ബോധവൽക്കരണ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് SI സുബ്രതകുമാർ, ഇടതു നിരീക്ഷകൻ M ജയചന്ദ്രൻ, കോൺഗ്രസിൽ നിന്ന് ജിൻഡോ ജോൺ, BJP നിന്ന് പ്രിന്റു മഹാദേവ് എന്നിവരാണ്. ആദ്യം ശ്രീ ജയചന്ദ്രൻ, ഇന്നും ഇന്നലെയുമായി വാർത്തകൾ ഞെട്ടിക്കുന്നതെന്നല്ല പറയേണ്ടത്, പേടിപ്പിക്കുന്നത് എന്നാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളാണ് കഞ്ചാവിന് അടിമയാണ്. ഒരു തർക്കത്തിന്റെ പേരിൽ, വാക് തർക്കത്തിന്റെ പേരിൽ കൊണ്ടു നടക്കുന്ന കത്തിയെടുത്ത് കുത്തുന്നു. പുതുവത്സര രാത്രിയിൽ തന്നെ ഒരു യുവാവിന്റെ മരണം സംഭവിക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിലെ ലഹരി വ്യാപനം എത്രത്തോളം ഭീതിതമായ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ബോധവൽക്കരണ പരിപാടികളിലൂടെ പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണല്ലോ താങ്കൾ, ശ്രീ സുബ്രതകുമാർ. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പറയുകയാണെങ്കിൽ കേരളത്തിലെ ലഹരി വ്യാപനം ഇപ്പോൾ ഏത് അവസ്ഥയിൽ എത്തി നിൽക്കുന്നു? കേരളത്തിലെ ലഹരി ഉപയോഗം അതിഭീകരമാണ്, ഒരു സംശയമില്ല. ശക്തമായ രീതിയിൽ പോലീസ് നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് തന്നെ എൻ്റെ ഈ 30 വർഷത്തെ സർവീസിനുള്ളിൽ 2000-ൽ പരം വിദ്യാർത്ഥികളെ നാർക്കോട്ടിക് സബ്സ്റ്റൻസായി പിടികൂടിയിട്ടുണ്ട്. ഒരു കണക്ക് പറയുകയാണെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന കണക്ക് പറയുകയാണെങ്കിൽ 2019 49 കിലോ കഞ്ചാവാണ് തൃശ്ശൂർ സിറ്റി പോലീസ് പിടികൂടിയിട്ടുള്ളത്. തൊട്ടടുത്ത വർഷം 2020 4.98, അതായത് 5 ഗ്രാം MDMA ആണ് പിടികൂടിയിട്ടുള്ളത്. 5 ഗ്രാം. തൊട്ട് പിന്നത്തെ വർഷം 2021 213 ഗ്രാം MDMA. അതിന്റെ പിറ്റത്തെ വർഷം 2022 1113, അത് 1 കിലോയ്ക്ക് മുകളിൽ. തൊട്ട് പിറ്റത്തെ വർഷം, അതായത് 2023 കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത് 331 കിലോ കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. 331 കിലോ കഞ്ചാവ്. ഈ കഴിഞ്ഞ വർഷം, അതായത് 2024 കണക്കാക്കുക, 24 MDMA, ആ ഗ്രാഫ് ഒന്ന് നോക്കുക. അതായത് MDMA പിടികൂടിയിട്ടുള്ളത് 3 കിലോയ്ക്ക് മുകളിൽ. അത് തൃശ്ശൂർ സിറ്റിയിൽ മാത്രം. ഇത് 1/2 ഗ്രാം MDMA എന്ന് പറഞ്ഞാൽ 1 കിലോ കഞ്ചാവിന് ഈക്വലന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. 1/2 ഗ്രാം MDMA എന്ന് പറഞ്ഞാൽ അത് പിടികൂടിയിട്ടുണ്ടെങ്കിൽ 10 വർഷം വരെയാണ് കഠിന തടവ്. 10 വർഷം വരെ. ആ 1/2 ഗ്രാം MDMA 2020 പിടികൂടിയിട്ടുണ്ടെങ്കിൽ, 5 ഗ്രാം പിടികൂടിയിട്ടുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ 24 3 കിലോയ്ക്ക് മുകളിലാണ്. അതിഭീകരമാണ്. അതിഭീകരമാണ്. പക്ഷേ ഈ പിടിക്കുന്നതൊക്കെ അത്രയും ശക്തമായിട്ട് പോലീസ് നടപടി എടുക്കുന്ന കാരണമാണ് ഈ കണക്കുകളൊക്കെ വരുന്നത്. വിജയൻ സാറാണ് ഈ ഡാൻസ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിന് ഓരോ ജില്ലയിലും ആന്റി നാർക്കോട്ടിക് സ്ക്വാഡുണ്ട്. P. വിജയൻ സാർ IG ആയിരുന്ന കാലഘട്ടത്തിലാണ് ഇത് ഈ രൂപീകരിച്ചിട്ടുള്ളത്. അതിന് ആ സമയത്ത് ഓരോ മാസവും റിവ്യൂ ഉണ്ടായിരിക്കും. ഓരോ മാസവും, അതായത് അതിലേറ്റവും ഏതെങ്കിലും ജില്ലയിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടുത്തെ SP അല്ലെങ്കിൽ കമ്മീഷണറെ തിരുവനന്തപുരത്ത് വിളിപ്പിക്കും. അത്ര ശക്തമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ അത്ര ശക്തമായിട്ടുള്ള രീതിയിൽ പിന്നീട് ഉണ്ടായില്ലെങ്കിലും ഈ ഡാൻസ് ഓഫ് എന്ന സംവിധാനം വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ആക്ച്വലി ഫിസിക്കലി ഞാനിവിടെ ഇരിക്കുന്നു എന്നുള്ളൂ. എൻ്റെ മൈൻഡ് ഭാഗികമായിട്ട് ഞാൻ താമസിക്കുന്നിടത്ത് എൻ്റെ മകൻ്റെ അടുത്തുമാണ്. മകൻ കളിക്കുന്നിടത്തും അവൻ പഠിക്കുന്നിടത്തുമാണ്. എനിക്ക് അവനെ പേടിയാണ്. കാരണം അവൻ ഒരു വിദ്യാർത്ഥിയാണ്. ഇപ്പൊ ഇത്രയും കേസുകൾ പിടിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ മകൻ ലഹരി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. ഞാൻ അവനെ ഓരോ ദിവസവും കെട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ്. ഓരോ ദിവസവും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമ്പോൾ അവന് ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കും. അതായത് ഈ എൻ്റെ അനുഭവത്തിലുള്ള ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ അവനെ ഉറക്കാറുള്ളതും അവൻ കേട്ടിട്ടാണ് അവൻ ഉറങ്ങി പോകാറുള്ളത്. അപ്പോൾ ഞാൻ അവനെ പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും അജ്ഞാതരോ അല്ലെങ്കിൽ സീനിയർ സ്റ്റുഡൻസ് ആരെങ്കിലും അവനോട് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കട എന്ന് പറയുമ്പോൾ അവന് നോ എന്ന് പറയാനാണ് ഞാൻ അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നോ എന്ന് പറയാൻ. കാരണം ആ നോ എന്ന് എത്രമാത്രം, എനിക്കൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ അവന് കുറച്ചൊരു ഇതുണ്ടായിരിക്കും. പക്ഷെ മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ സർവീസിലുള്ള സമയത്ത് ഒരു സ്കൂളിൽ പോയപ്പോൾ ആ സ്കൂളിൽ ക്ലാസ്സിൽ മാത്രം 8 വിദ്യാർത്ഥികളാണ് ക്ലാസ്സിൽ മാത്രം ഈ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നത്. ക്ലാസ്സിൽ മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ അതിഭീകരമാണ് കണക്ക്. അതിലിപ്പോൾ അതിൻ്റെ ലിസ്റ്റ് പറയാൻ വെച്ചാൽ ഇപ്പോൾ മുമ്പൊക്കെ ഞാനിപ്പോൾ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് +2 വിദ്യാർത്ഥി, ഈ അഡോളസൻ ഏജിലാണല്ലോ കൂടുതൽ വരിക, +2 വിദ്യാർത്ഥികളാണ് ഈ കൂടുതലും ഒരു 50% ഉപയോഗിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാറ്. ആ +2 വിദ്യാർത്ഥികൾ പിന്നെ +1 ആക്കി. പിന്നെ അത് 10th എല്ലാ കുട്ടികൾ ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ അത് 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നു പറഞ്ഞു. പിന്നെ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നു. നിരവധി 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ഈ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മുമ്പൊക്കെ കഞ്ചാവ് ആണ്. ഇപ്പോൾ ചില കുട്ടികളെ നമ്മൾ പിടിക്കുമ്പോൾ നീ കഞ്ചാവ് ഉപയോഗിക്കണമെന്ന് ചോദിച്ചെങ്കിൽ കഞ്ചാവ്, ഇപ്പം ഞാൻ MDMA ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ നമ്മൾ ഇത് ഇത്രയും ഭീകരത വരാൻ കാരണം വെച്ചാൽ, മുൻപ് നമ്മൾ
എൻ്റെ ചെറുപ്പകാലം മീൻസ് ആ കാലഘട്ടത്തിൽ സ്റ്റാർട്ടിംഗ് കാലഘട്ടത്തിലൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന സ്റ്റാർട്ടിംഗ് കാലഘട്ടത്തിലൊക്കെ ഒരാളെ പിടിച്ചു അല്ലെങ്കിൽ രണ്ടാളെ പിടിച്ചു. അപ്പോൾ ഒരു മാക്സിമം ഒരു 5 ആളെ പിടിക്കണമൊക്കെ വലിയൊരു ന്യൂസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ കുന്നോളത്ത് വെച്ചിട്ട് പെൺകുട്ടീനെ ഞങ്ങൾ പിടിച്ചപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് 40 പേരടങ്ങുന്ന സംഘമാണ് ഒരുമിച്ചിരുന്ന് ഉപയോഗിച്ചെന്ന് പറഞ്ഞു. അതായത് ന്യൂ ഇയർ ആഘോഷിച്ചത്, കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷിച്ചത് അതിരപ്പള്ളിയിൽ പോയിട്ട് 40 പേരടങ്ങുന്ന സംഘം ഒരുമിച്ചിരുന്ന് ആദ്യമായിട്ട്. അപ്പൊ ആദ്യമായിട്ടാണ് ഈ പെൺകുട്ടി അവിടെ ഈ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നത്, MDMA. പക്ഷെ അന്നത്തെ പെൺകുട്ടിയുടെ അന്നത്തെ ഫോട്ടോയും പുതിയ ഫോട്ടോ പിടിച്ച സമയത്തും കാണുമ്പോൾ അതിഭീകരമായിരുന്ന ട്രാൻസ്ഫോർമേഷൻ, വളരെ മുഖമൊക്കെ ചുളിഞ്ഞൊരു വളരെ ഒരു അവസ്ഥ ആണ് കണ്ടുവരുന്നത്. ഇങ്ങനെ നമ്മളൊരു ആക്ച്വലി ഒരു യുദ്ധം ചെയ്യണം. നമ്മൾ ഇതിനെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു യുദ്ധം തന്നെ ചെയ്യണം. അതിന് പല മാർഗ്ഗങ്ങളുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ള പല മാർഗ്ഗങ്ങളുണ്ട്. അതൊരു സർക്കാർ സംവിധാനം ഒന്നും കൂടിയും സ്ട്രോങ് ആക്കുക, ഇതുപോലെ ഡാൻസ് ഓഫ് ഇതുപോലത്തെ സ്ക്വാഡുകൾ സ്ട്രെങ്തൻ ചെയ്യാം, അവർക്ക് കുറച്ച് ഫ്രീഡം കൊടുക്കണം. ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഫയലും കാര്യങ്ങളൊക്കെ സ്റ്റേഷനുകളിലാണ് എഴുതാറ്. പക്ഷേ അതിൽ ഈ അതിസങ്കീർണമാണ് ഇല്ല ഫയൽ എഴുത്തെന്ന് പറയുന്നത്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ സസ്പെൻഷനാണ്, പക്ക സസ്പെൻഷൻ തന്നെയാണ്. ചെറിയൊരു മിസ്റ്റേക്ക് ആ ഒരു എഴുത്തുകാരൻ പറ്റിയിട്ടുണ്ട്. അന്നത്തെ ആ സ്ഥലത്തെ SHOക്ക് സസ്പെൻഷനാണ്. അങ്ങനെ എത്രയോ പേര് സസ്പെൻഷൻ പറ്റിയിട്ടുണ്ട്. കാരണം ചെറിയ ഒരു ചില വാചകങ്ങൾ ചില സെക്ഷനുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കാരണം അത്രയും അതിസങ്കീർണമാണ് ഈ ഫയൽ എഴുത്ത് എന്ന് പറയുന്നത്, ഈ NDPS ആക്ടിലെ ഫയൽ എഴുത്ത്. അപ്പോൾ പലർക്കും നമ്മൾ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ തന്നെ അയ്യോ ഇത് മുളുകിട്ട് വന്നു എന്നുള്ളൊരു ചിന്തയാണ്. അതിപ്പോൾ ഞാനൊരു ഓട്ടോമാറ്റിക് ചിലപ്പോൾ ഒരു SHO ആണെങ്കിൽ എനിക്കും ആ ഒരു ചിന്ത വരും. കാരണം വെച്ചാൽ പിന്നെ ഞാൻ ആലോചിക്കണം, കാരണം ഈ പ്രോസസ്സിങ്ങിന് കുറേ സമയം വേണ്ടി വരും. മനസ്സിലായി, കോടതിക്ക് കൊടുക്കുന്നത് വരെ ഭയങ്കര തലവേദനയാണ്. എന്നിരുന്നാലും ശക്തമായിട്ടുള്ള ഓഫീസർമാർ ഇപ്പോൾ തൃശ്ശൂർ ഒരു പരിച്ഛേദം എന്ന് നമുക്ക് പറയാം. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ അടുത്ത കൊലപാതകങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ 2023 താങ്കൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി ക്ലോസ് ആയിട്ട് അറിയാം. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വരെ മുതലാണ് ഇപ്പോൾ ഈ രാസലഹരി ഉപയോഗിക്കുന്നത് എന്ന് സ്വയം സമ്മതിക്കുന്നത്, വളരെ അഭിമാനത്തോടെ പറയുന്നത് എന്ന് താങ്കൾ പറഞ്ഞു. ഇവർക്ക് എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? ഇത് പല രീതിയിലൂടെ ഇതുവരെ ഇപ്പൊ നമ്മളിപ്പോ ഈ MDMA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒളിപ്പിച്ച് വളരെ ഇപ്പൊ നമ്മുടെ മണ്ണുത്തിയിൽ ഒരു 200 ഗ്രാം MDMA വെച്ചത് ശരീരത്തിൽ വെച്ചിട്ടാണ് കൊണ്ടുവന്ന് വന്നത്. അതുപോലെ ഇപ്പോൾ ഒരു കാറ് പിടിച്ചപ്പോൾ ആ കാറിന്റെ ഡാഷ്ബോർഡിന്റെ ഉള്ളിലാണ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഡോർ തുറക്കും, സീറ്റ് പൊന്തിച്ച് നോക്കും, ഡിക്കി പൊന്തിച്ച് നോക്കും. ഇത് ഡാഷ്ബോർഡ് മൊത്തം എടുത്ത് മാറ്റി വെച്ചിട്ട് ചെക്ക് ചെയ്യേണ്ടി വന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് സാധനം കിട്ടിയത് മനസ്സിലായി. പിന്നെ ഇപ്പൊ ലോറിയുടെ ഉള്ളിൽ നിന്ന്, മീൻ വണ്ടിയുടെ ഉള്ളിൽ നിന്ന്, പച്ചക്കറി വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഇതിൽ നിന്നൊക്കെയാണ് സാധനം കിട്ടുന്നത്. അപ്പൊ അത് അത്രയും എന്നിട്ട് പോലും പോലീസ് പിടിക്കുന്നുണ്ടെങ്കിൽ അത്രയും അതിന്റെ ഒരു രീതിയിലുള്ള വർക്കൗട്ട് കാരണമാണ് പിടിക്കുന്നത്. പല പല രീതിയിലുള്ള വാർത്തകൾ ഞങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഏതാണ് റൂട്ട്? ശരിക്കുമുള്ള മാഫിയ ആരാണ് ഈ ഇതിന്റെ ബിസിനസ്സിൽ പ്രധാനമായി ഇടപെടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കലും പുറത്തു വരാറില്ല. അതെന്തുകൊണ്ടാണ്? ഇല്ല, പിടിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തൃശ്ശൂർ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 2.5 കിലോ MDMA ഒറ്റ ടേക്കിൽ പിടിച്ചു. 2.5 കിലോ MDMA. ആ 2.5 കിലോ MDMA പിടിച്ചതിന് ശേഷം അതിന്റെ സോഴ്സ് അന്വേഷിച്ച് പോയിട്ട് ഏകദേശം ഒരു 4-5 പേരെ അറസ്റ്റ് ചെയ്തു. 5 പേരിൽ ഹൈദരാബാദിൽ പോയിട്ട് ഫാക്ടറി, ഈ MDMA ഉണ്ടാക്കുന്ന ലാബും ഫാക്ടറിയും പോയി പിടിച്ച് സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ പോലീസ് സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നേരത്തെ പറഞ്ഞ 200 ഗ്രാം MDMA പിടിച്ച ആ വ്യക്തിയെ സോഴ്സ് നോക്കിയപ്പോൾ ഒരു നീഗ്രോ 200 ഗ്രാം MDMA പിടിച്ച വ്യക്തിയുടെ സോഴ്സ് നോക്കിയപ്പോൾ ആഫ്രിക്കൻ വംശജനാണ്, അത് ബാംഗ്ലൂരാണ്. അതിന് പോയി ബാംഗ്ലൂരിലെ ആഫ്രിക്കൻ വംശജനെ സുഡാൻകാരനെ പിടികൂടി. പിന്നെ തൊട്ട് അവർക്ക് കൊടുക്കുന്ന ആള് പാലസ്തീൻകാരനാണ്, ആ പാലസ്തീൻകാരനെ പിടികൂടി. അതിനുശേഷം അവർക്ക് കൊടുത്തത് കെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൈജീരിയക്കാരനാണ്. ആ കെന്നിനെ ഡൽഹി പോയി പിടികൂടി. ഇങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത് പല രീതിയിലൂടെ ശരിക്കും പറഞ്ഞാൽ പലരും പറയും ഒരു 100 തവണ കടത്തിയാലാണ് പോലീസ് ഒരു തവണ പിടിക്കണം എന്നുള്ളത്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ 100 തവണയിൽ 1000 തവണ കടത്തിയാലാണ് പോലീസ് പിടിക്കുന്നത്. കാരണം വെച്ചാൽ അത്രയും പല മാർഗങ്ങളിലൂടെയും ആണ് ഈ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് സംവിധാനം നല്ലൊരു പിടികൂടുന്നുണ്ട്. അത് ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. പക്ഷേ ഒരു സംശയം ചോദിക്കട്ടെ സുബ്രതകുമാർ, അതായത് സ്കൂളിലെ കുട്ടികൾക്ക്, താങ്കൾ നേരത്തെ പറഞ്ഞത് 40 കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്നാണ് ഈ MDMA ഒക്കെ ഉപയോഗിക്കുന്നതെന്നാണല്ലോ. അപ്പോൾ സ്കൂളിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരുടെ നെറ്റ്വർക്ക് എത്രത്തോളം പോകും, അവർക്ക് എത്രത്തോളം ആളുകളുമായി കോൺടാക്ട് ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇടപെടാനോ നിരീക്ഷിക്കാനോ കണ്ടെത്താനോ കഴിയും. സ്കൂളിലെ കുട്ടികളിലേക്ക് ഇങ്ങനെ ഇത്തരത്തിൽ രാസലഹരി അടക്കം എത്തുന്നത് എന്തുകൊണ്ടാണ് പോലീസിന് സീരിയസ് ആയി എടുക്കാനോ അതിൽ ഈ അപകടങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിൽ ഇടപെടാനോ കഴിയാത്തത്?
കഴിയാത്ത വെച്ചിട്ടില്ല. ഇപ്പോൾ സ്കൂളിലെ വിധി ഇപ്പോൾ 40 പേരടങ്ങുന്ന സംഘം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഏജ് ആയിട്ടുള്ള ഇതാണ് ഉണ്ടായിരുന്നത്. അതിലും നിരവധി വിദ്യാർത്ഥികളുണ്ട്. എല്ലാ കാറ്റഗറിയിലും ഈ പോലീസ് പിടിക്കില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ പിടിച്ചിരുന്നു. അതുപോലെ തന്നെ നിരവധി എല്ലാ മേഖലയിലും എഞ്ചിനീയറിംഗ് കോളേജായാലും എല്ലാ മേഖലയിലും നിരവധി പേരെ പിടിക്കുന്നുണ്ട്. അവർക്ക് എത്തിപ്പെടണം വെച്ചാൽ ഈ സബ്സ്റ്റൻസ് MDMA കിട്ടുക എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ തൃശ്ശൂർ ഈ കഴിഞ്ഞ വർഷം 10 ഹയർ ക്വാണ്ടിറ്റിയാണ് പിടികൂടിയിട്ടുള്ളത്. കമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ് പിടികൂടിയിട്ടുള്ളത്. അതൊക്കെ ഒരു കമേഴ്സ്യൽ ക്വാണ്ടിറ്റി പിടികൂടിയാൽ തന്നെ അതിന്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ സോഴ്സ് ഒക്കെ കണ്ടെത്താൻ ചില വളരെ ശക്തമായിട്ടുള്ള നടപടികൾ കുറെ ദിവസങ്ങളോളം ചെയ്യുന്നു, മാസങ്ങളോളം നടത്തുന്നുണ്ട്. അങ്ങനെ 10 കമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ് തൃശ്ശൂർ തന്നെ പിടികൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ നിന്നും 230 കിലോയാണ് ഒരു വീട്ടിൽ നിന്നും പിടികൂടിയിട്ടുള്ളത്. അപ്പൊ എല്ലാ രീതിയിലും പിടികൂടുന്നുണ്ട്. ഇപ്പൊ 330 ഗ്രാം MDMA പിടികൂടിയിട്ടുള്ള ഒരു വ്യക്തിയോട് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, സാർ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എത്തേണ്ട സ്ഥലത്ത് എത്തിയിരുന്നത്. അത് എനിക്ക് തോന്നുന്നത് കുന്നോളത്തേക്കാണ് കൊണ്ടുവരുന്നുണ്ടായിരുന്നത്. എത്തേണ്ട സ്ഥലത്ത് എത്തിയിരുന്നെങ്കിൽ, അതായത് പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ 2 ദിവസം കൊണ്ട് ഈ 330 ഗ്രാമും MDMA ചെലവായി പോയെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ചകാട്ടും അപ്പുറമാണ്, അത്രയും ഭീകരമായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. പലർക്കും ഈ നിയമത്തെ കുറിച്ചുള്ള ഒരു അജ്ഞത ഇതിൽ പറയാം. അപ്പോൾ ഒരു കടുകുമണി വലിപ്പത്തിലുള്ള ഒരു MDMA അല്പം പിടികൂടിയെങ്കിൽ ആൾക്ക് 1 വർഷം വരെയാണ് ശിക്ഷ കിട്ടുന്നത്. 1/2 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ടെങ്കിൽ 10 വർഷം വരെയാണ് ശിക്ഷ. അതന്നെ ഈ 10 ഗ്രാം MDMA പിടികൂടിയെങ്കിൽ അവന് കിട്ടുന്നത് 20 വർഷം വരെ, 10നും 20നും ഇടയ്ക്കാണ്. എന്നിട്ട് കേരളത്തിൽ ഇപ്പോൾ ഇതുവരെ എത്ര പേർ MDMA കേസിൽ ഇതുപോലെ കഠിന തടവ് ശിക്ഷ കിട്ടിയിട്ടുണ്ട്? അല്ല, ഈ MDMA വന്ന് ഞാൻ പറഞ്ഞില്ലേ, തൃശ്ശൂരിന് ഫസ്റ്റ് MDMA ഇത് റിപ്പോർട്ട് ആവുന്നത് തൃശ്ശൂർ 2020 ആ 4.98 ഗ്രാമാണ്. അപ്പോൾ ഇതിന്റെ ട്രയലൊക്കെ വരിക വെച്ചാൽ കുറച്ച് സമയം പിടിക്കും. ഏകദേശം ഒരു 4-5 വർഷത്തെ ഒരു സമയം വേണം. നോർമൽ അതിന്റെ ഒരു ഇതനുസരിച്ച് സമയം പിടിക്കും. ഇനിയുള്ള ഇത് എന്തായാലും പ്രോസിക്യൂഷൻ നല്ല രീതിയിലും പോലീസ് സംവിധാനം നല്ല രീതിയിൽ അതിന്റെ പിന്നാലെ നിൽക്കും. അവർക്കൊക്കെ ഈ പിടിക്കുന്നവർക്കൊക്കെ ട്രയൽ നടന്നുകൊണ്ടിരിക്കണമല്ലോ. അതിന്റെ ശിക്ഷ പിന്നീടല്ല വരിക. അപ്പൊ അത് ആ രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. തൃശ്ശൂർ പോലീസ് പോകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കേരളം മൊത്തം എന്നുള്ള. പക്ഷേ താങ്കൾ പറഞ്ഞ കണക്ക് ഇതുകൊണ്ടൊന്നും കേരളത്തിന് ആശ്വാസം തരുന്നല്ലോ. 1000 കേസുകൾ അല്ലെങ്കിൽ 1000 കടത്ത് നടക്കുമ്പോൾ അതിൽ ഒന്നാണ് പോലീസിന് പിടിക്കാൻ പറ്റുന്നത് എന്നറിഞ്ഞുകൊണ്ട് വേണ്ട ഇവിടെ മാതാപിതാക്കൾ ജീവിക്കാൻ. മനുഷ്യർ, സമൂഹത്തിൽ ഇറങ്ങുന്ന മനുഷ്യർ പേടിച്ചുകൊണ്ടല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലെ ലഹരി വ്യാപനം ഉണ്ട് എന്നതുകൊണ്ട് ഒറ്റ കാര്യം കൂടിയാണ് ശ്രീ സുബ്രതകുമാർ താങ്കളോട് ചോദിക്കാനുള്ളത്. കേരളത്തിന് ലഹരി വ്യാപനം വേണം എന്ന് തീരുമാനിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയില്ലേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ യുദ്ധം ചെയ്യണം ഈ സംവിധാനത്തിനോട്. മീൻസ് ഈ നാർക്കോട്ടിക് സബ്സ്റ്റൻസിന്റെ ഒരു സംഭവത്തിൽ ഈ വ്യാപിക്കുന്നതിന് നമ്മൾ യുദ്ധം ചെയ്യണം. അതിന് യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഓരോ വാർഡ് മെമ്പർമാരും തീരുമാനിക്കണം. എൻ്റെ വാർഡിൽ ഇത് ഒരിക്കലും പാടില്ല എന്നുള്ള ഓരോ വാർഡ് മെമ്പർമാർ അല്ലെങ്കിൽ കൗൺസിലർമാർ തീരുമാനിക്കണം. ഓരോ വാർഡിലും ഓരോ ബ്ലാക്ക് സ്പോട്ട് എന്തായാലും ഉണ്ട്. കാരണം കേരളത്തിൽ ഒരു സോണും ഒരു ഫ്രീ സോണായിട്ട് ഇല്ല, ഒരിടം ഫ്രീ സോണായിട്ടുള്ള ഡ്രഗ്സ് ഫ്രീ സോൺ ഇല്ല. അപ്പോൾ വാർഡിൽ മിനിമം ഒരു സ്ഥലങ്ങളും ബ്ലാക്ക് സ്പോട്ട് അല്ലെങ്കിൽ 2 സ്ഥലങ്ങളും ബ്ലാക്ക് സ്പോട്ട് കാണും. അപ്പോൾ ആ ബ്ലാക്ക് സ്പോട്ട് കണ്ടെടുത്തിട്ട് അവിടെ പോലീസ് സംവിധാനമായാലും എക്സൈസ് സംവിധാനമായാലും ജനപ്രതിനിധികൾ മറ്റുള്ളവരായാലും അതിനൊരു ആ രീതിയിൽ ഒരു ഇത് കൂടുതലും ഉപയോഗിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഒരു 4 to 7 മണി 8 മണി സമയത്താണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ആ സമയത്ത് ഈ പോലീസ് സംവിധാനം അല്ലെങ്കിൽ ഏത് രീതിയിലായാലും അവിടെ ഈ ബ്ലാക്ക് സ്പോട്ടിൽ ഒരു തവണയെങ്കിലും ആ ഒരു സ്റ്റേഷനിൽ ഒരു ജീപ്പ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയെങ്കിലും അല്ലെങ്കിൽ 3 തവണയെങ്കിലും ആഴ്ചയിൽ 1 തവണയെങ്കിലും ആ ജീപ്പ് വിത്ത് യൂണിഫോമിലായാലും മറ്റു രീതിയിലായാലും പോയിട്ടുണ്ടെങ്കിൽ വെച്ചെങ്കിൽ ഒരു പരിധിവരെ അവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റും. കാരണം ചില ഓരോ പോലീസ് എന്ന സംവിധാനത്തെ അവർക്ക് പേടിയാണല്ലോ. അപ്പോൾ അത് ഓരോ വാർഡിലും ഒരു തീരുമാനം എടുക്കണം. എൻ്റെ വാർഡിൽ ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ജനകീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. അത് വിത്ത് പോലീസിന്റെ സഹായത്തോടു കൂടിയിട്ട് അത് പിടിക്കുവാനുള്ള സംവിധാനം ഓരോ വാർഡിലും കേരളം മൊത്തം ചെയ്യണം. അതിന് അതിന്റെ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചാൽ ഒരു പരിധിവരെ നമുക്കിത് തടയാൻ സാധിക്കും. തടഞ്ഞേ പറ്റുള്ളൂ. അദ്ദേഹം പറഞ്ഞതുപോലെ യുദ്ധം തന്നെ പ്രഖ്യാപിക്കേണ്ടി വരും. അതിനുവേണ്ട രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിക്കേണ്ടി വരും. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിൽ